എറണാകുളം ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിലാണ്. കൊച്ചി ആശ്ര ആശുപത്രിയിലെ നഴ്സുമാർ അടക്കം 1000-ലധികം പേരാണ് സമരത്തിലുള്ളത്. മിനിമം വേതനം 40,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഇപ്പോഴും നേരത്തെ തന്നെ സഹിൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോഴും അവരൊക്കെ സമരത്തിൽ തന്നെയാണോ? എന്താണ് വിവരങ്ങൾ? ഷാമിലി, തീർച്ചയായിട്ടും ശക്തമായ സമരമാണ് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ നഴ്സുമാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നതായിരുന്നു 40,000 രൂപയെങ്കിലും കുറഞ്ഞ വേതനം വേണമെന്നുള്ളതാണ് ഇവരുടെ ഒരു ആവശ്യം. എന്തായാലും കൂടുതൽ നഴ്സുമാരൊക്കെ സമരത്തിലേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? രാവിലെ മുതൽ സമരമല്ലേ? അതെ. എത്ര രൂപയുണ്ട് ശമ്പളം? ഞങ്ങൾക്ക് 30-ൽ താഴെ. എത്ര രൂപ? 40,000 രൂപ ശമ്പളം ആക്കണമെന്നാണ്. ഞങ്ങള് നഴ്സിംഗ് അസിസ്റ്റൻസ് ആണ്. അപ്പൊ 40-ന് താഴെ പറഞ്ഞിട്ടൊന്നും ഇവര് അംഗീകരിക്കുന്നൊന്നുമില്ല. ഇല്ല. എന്താ പറയുന്നത്? പലപ്പോഴും ഇവര് ഇപ്പം നമ്മുടെ ഒരു ആവശ്യത്തിന് എന്തെങ്കിലും നമ്മൾ ചോദിച്ചാലും നമുക്കിപ്പോൾ ഇങ്ങോട്ട് ഒന്നുമില്ല. നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം എമർജൻസി ഒരു ലീവ് ചോദിച്ചാലോ അങ്ങനെ ഒന്നും നമ്മളോട് ഇത് കാണിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പണിക്കുള്ള കൂലിയേ നമ്മൾ ചോദിക്കുന്നുള്ളൂ, 40,000 രൂപ. അത് തരാനും ഒരു വില്ലിങ്ങല്ലാന്ന്. ചെറുകിട ഹോസ്പിറ്റൽസ് എല്ലാം ഇപ്പം ഒരുമാതിരി അംഗീകരിച്ച് കഴിഞ്ഞു എന്ന് പറയണം. ഇത്രയും ഫീസ് വാങ്ങുന്ന വലിയ ഹോസ്പിറ്റൽസ് ആണ് ഇപ്പം മടി കാണിക്കുന്നത്. തന്നെയാണ് ഷാമിലി മനസ്സിലാക്കേണ്ടത്. ഇവർ പറയുന്നത് പോലെ ഈ കൊടും വെയിലത്ത് ഈ വെയിൽ കൊണ്ടിരുന്ന് സമരം ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ സിസ്റ്റർമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നഴ്സുമാർ നമ്മൾക്കറിയാം, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓടിപ്പോകുന്നത് ആശുപത്രിയിലേക്കായിരിക്കും. ആ ആശുപത്രിയിൽ നമ്മളെ അതിമനോഹരമായി പരിചരിച്ച് നമ്മളുടെ രോഗമെല്ലാം മാറ്റിവിടുന്ന ഈ നഴ്സുമാർക്ക് അവർക്ക് മതിയായ ഒരു ശമ്പളം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ പല ആവശ്യങ്ങളും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും 8-10 മണിക്കൂറൊക്കെ ജോലിയെടുക്കേണ്ടി വരിക എന്നുള്ള 10-12 മണിക്കൂർ കുറേ സമയം ജോലിയെടുക്കേണ്ടി വരാറുണ്ടോ? അത് ഡ്യൂട്ടിയിൽ പേഷ്യൻസിന്റെ അവസ്ഥ പോലെ ഇരിക്കും. പേഷ്യൻസിന്റെ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ? ശമ്പളം വളരെ കുറവാണ്. അതുതന്നെയാണ് ഷാമിലി. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നഴ്സുമാരുടെ സമരം എന്ന് പറയുന്നത് കേരളത്തിൽ ആകമാനം മുൻപും ഉണ്ടായിട്ടുണ്ട്. അന്നും ഇവരുടെ ആവശ്യം ശമ്പളം വർദ്ധിപ്പിക്കുമെന്നുള്ളതായിരുന്നു. അന്നും ആരും ഇവരുടെ ആവശ്യം കേട്ടില്ല എന്നുള്ളതാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 40,000 രൂപയെങ്കിലും കുറഞ്ഞ വേതനത്തിലൊക്കെ ജോലി ചെയ്യുന്ന വളരെ അതൃപ്തിയുള്ള നഴ്സുമാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെയാണ് പല രാജ്യങ്ങളിലേക്കും കുടിയേറി മികച്ച ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നത്.